വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വയനാട് മേപ്പാടിയിൽ സമരസമിതി റോഡ് ഉപരോധിക്കുന്നു. മേപ്പാടി ടൗണിലാണ് ഉപരോധം. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, അവിടെ എന്താണ് സാഹചര്യം? സമാധാനപരമാണോ പ്രതിഷേധം? അമൃത, ഇന്ന് രാവിലെ 11:15 കൂടിയാണ് മേപ്പാടി ടൗണിൽ പ്രതിഷേധവുമായി ജനകീയ സമരസമിതി എത്തിയത്. കഴിഞ്ഞ ഒരുപാട് കാലമായി മേപ്പാടിയിലും വിവിധ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ കാട്ടാന എത്തുന്നത് നിത്യസംഭവമാണ്. പുലിയും കരടിയും കടുവയ്ക്കും പുറമെ കരടി ഉൾപ്പെടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിൽ മനം മടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊറുതി മുട്ടിക്കൊണ്ടാണ്, ഒരു നിലക്കും ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ഇന്ന് ജനകീയ സമരസമിതി റോഡ് ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. മേപ്പാടി ടൗണിൽ 11:15 തുടങ്ങിയ പ്രൊട്ടസ്റ്റ് 11:45 വരെ നീളുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് സ്റ്റേഷനകത്ത് DFO ഉൾപ്പെടെയുള്ള ആളുകളുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരുപാട് കാലമായി ഇത്തരത്തിൽ ഒരു നിലക്കും മേപ്പാടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനയും കരടിയും പുലിയുമെല്ലാം നിരന്തരം ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണെന്ന് വളരെയധികം ഭീതി പരത്തുകയും 7 മണിയായാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്ന അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, പ്രദേശത്ത് ഭീതി പരത്തുന്നതോടൊപ്പം വലിയ തരത്തിലുള്ള കൃഷിനാശവും കാട്ടാന വരുത്തി വെക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ 3 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം പൊലിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പതിവായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായി നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകുന്നത്.